കോഴിക്കോട് ജില്ലയിൽ അനധികൃത മത്സ്യബന്ധനം നടത്തി 8 യാനങ്ങൾ ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. മാർക്കറ്റുകളിലും തീരപ്രദേശങ്ങളിലും ചെറുമീനുകളുടെ അനധികൃത വിൽപ്പന വ്യാപകമാണെന്ന പരാതി തുടർന്നായിരുന്നു ഈ പരിശോധന. KV രാഹുൽ ചേരുന്നുണ്ട്. രാഹുൽ, ഇങ്ങനെ നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പരിശോധന നടന്നത്? എത്ര യാനങ്ങൾ, എത്ര ആളുകൾ പിടിയിലായിട്ടുണ്ട്? പരീക്ഷ നിയമലംഘനങ്ങൾ തുടർച്ചയായതിന്റെ പശ്ചാത്തലത്തിലാണ് ആ ഒരു കാരണം കൊണ്ടാണ് ഫിഷറീസ് വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ചില മീനുകളെ പിടികൂടുന്നതിന് നിശ്ചിത വലിപ്പം വളർച്ചയെത്തിയ മീനുകൾ മാത്രമേ പിടികൂടാനും വിൽപ്പന നടത്താനും പാടുള്ളൂ എന്ന ഫിഷറീസ് വകുപ്പിന്റെ ചട്ടമുണ്ട്. അതിന് വിരുദ്ധമായി ഈ മീനുകൾ പിടികൂടി വിൽപ്പന നടത്തുന്നു എന്ന പരാതി ഉയർന്നു. മാർക്കറ്റുകളിലും അതുപോലെ തീരപ്രദേശങ്ങളിലും ഈ വളർച്ചയെത്താത്ത മീനുകളുടെ വിൽപ്പന വ്യാപകമായി നടക്കുന്നു എന്ന വിവരം ഫിഷറീസ് വകുപ്പിന് ലഭിച്ചു. തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ ഹാർബറുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനക്കൊടുവിൽ 8 യാനങ്ങൾ, 8 വലിയ ബോട്ടുകൾ കസ്റ്റഡിയിലെടുക്കുകയും ഇവരിൽ നിന്നായി 1,50,500 രൂപ പിഴ ഈടാക്കുകയുമാണ് ഫിഷറീസ് വകുപ്പ് ചെയ്തിട്ടുള്ളത്. ഒപ്പം പരിശോധന തുടരുമെന്നും കൂടി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. നിയമാനുസൃതമല്ലാത്ത മത്സ്യബന്ധന ഉപകരണങ്ങൾ, അതായത് വല ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് ഇനിയും ഉപയോഗിക്കുന്ന യാനങ്ങൾക്കെതിരെ രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്. അനധികൃത മത്സ്യബന്ധനത്തെ തുടർന്ന് നടത്തിയ പരിശോധനയാണ് ഇപ്പോൾ വ്യാപകമാക്കിയത്.